ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാറ്റഗറി കാറ്റഗറി 3 സബ്ജക്ട് മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കാറ്റഗറി 3 സബ്ജക്ട് മലയാളത്തിലെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യ മേഖലയാണ് സംഘസാഹിത്യത്തിലെ അല്ലെങ്കിൽ ദ്രാവിഡ സൗന്ദര്യ ശാസ്ത്രത്തിലെ ഐന്തിണകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. റിപ്പീറ്റഡ് ആണ്. സിമ്പിൾ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു വട്ടം പഠിച്ചു വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏത് ചോദ്യം ഏത് പരീക്ഷയ്ക്ക് വന്നാലും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? ഇപ്പൊ കേട്ടറ്റ് എക്സാം ആണെങ്കിലും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും HST പരീക്ഷകളാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യ മേഖലയാണ് അല്ലെങ്കിൽ ഒരു ചോദ്യ വിഷയമാണ് ഇത് ഐന്തിണകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ഐന്തിണകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ ലേണേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഐന്തിണകൾ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് മുൻകാല ചോദ്യ പേപ്പറുകളിൽ ചോദ്യം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി പഠിക്കുന്നതാണ് നല്ലത്, അല്ലെ? ഐപ്ലസിന്റെ മലയാളത്തിന്റെ എല്ലാ ക്ലാസ്സും ആരംഭിക്കും. ഈ ചോദ്യം ഒന്ന് നോക്കിയ മക്കളെ, തമിഴകത്തിലെ പ്രാചീന ഭൂവിഭാഗങ്ങളായ കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ചോദ്യത്തിന്റെ ഉള്ളിൽ തന്നെ 2 പോയിന്റുകൾ നമുക്ക് കിട്ടും. പ്രാചീന തമിഴകത്തിലെ ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിങ്ങനെ 5 ഭൂവിഭാഗങ്ങളുണ്ട്. ഇവ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അപ്പൊ പ്രാചീന തമിഴകത്തിലെ ഭൂവിഭാഗങ്ങളാണ് കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ എന്നിവ നമുക്ക് കിട്ടി. ഇവ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തിണകൾ, തിണൈകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇവ 5 കൂടിയിട്ടാണ് തിണൈകൾ അഥവാ ഐന്തിണകൾ എന്നറിയപ്പെടുന്നത്. ഇനി മലമ്പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ മലകൾ, ഓപ്ഷൻ ഡി മലകൾ കൊടുത്തിട്ടുണ്ട്. കുറിഞ്ചി മാത്രമായിട്ട് തരികയാണെങ്കിൽ അത് മലമ്പ്രദേശമാണ് എന്ന് നമുക്ക് പറയാം, അല്ലെ? മരുതം മാത്രമായിട്ട് തരുമെങ്കിൽ അത് സമതല പ്രദേശം, കൃഷിക്ക് യോജ്യമായ പ്രദേശം, നദീതീര പ്രദേശമാണ് എന്ന് നമുക്ക് പറയാം. തീരദേശങ്ങൾ എന്താണ്? കടൽ തീരങ്ങൾ ഏതാണ്? തിണ, നെയ്തൽ തിണയാണ്, അല്ലെ? ഇപ്പൊ ഓരോന്നും തനിയെ തരികയാണെങ്കിൽ ബിയും സിയും ഡിയും ഒക്കെ ഓപ്ഷൻസ് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. പക്ഷെ ഇവയെ 5 കൂടിയിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? തിണൈകൾ, ഐന്തിണകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തിണസങ്കല്പവുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ? നമുക്കറിയാം ദ്രാവിഡ കാവ്യ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ കാതലായ തത്വം തന്നെ തിണയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. തിണമയക്കം എന്ന പരികല്പനയിലൂടെ തൊൽക്കാപ്പിയർ ആണ് തിണസങ്കല്പത്തിന് സാർവലൗകികവും സാർവകാലികവുമായ മാനം നൽകിയത്. അപ്പൊ ഈ ഐന്തിണകളെ കുറിച്ചും തിണസങ്കല്പത്തെ കുറിച്ചിട്ടുമൊക്കെ ആധികാരികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് തൊൽക്കാപ്യം എന്നുള്ള കൃതിയിലൂടെയാണ്. അത് എഴുതിയത് അജ്ഞാത കർത്തൃകമായതുകൊണ്ട് എഴുതിയ ആളെ തൊൽക്കാപ്പിയർ എന്ന് വിളിക്കുന്നു. ഭൂമിശാസ്ത്ര നിർവചനം, ഭൂവിഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ സാമൂഹ്യ ജീവിതക്രമം, കവിതയിൽ അനുവർത്തിക്കേണ്ട ഔചിത്യക്രമം എന്നിങ്ങനെ തിണസങ്കല്പങ്ങൾക്ക് അർത്ഥതലങ്ങളുണ്ട്. നമുക്കറിയാം ആദ്യകാല കവിതകളെ അകം കവിതകൾ, പുറം കവിതകൾ എന്ന് തിരിച്ചിരുന്നു. അകം കവിതകൾ എന്താ മക്കളെ? പ്രണയം, വിരഹം തുടങ്ങിയ സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ അനുവർത്തിക്കുന്ന കവിതകളാണ് ഏത്? അകം കവിതകൾ. അകം എന്ന് വെച്ചാൽ ഉള്ളാണ്, ഉള്ളിലുള്ള വികാരങ്ങളാണ്. അത്തരത്തിലുള്ള കവിതകളെയാണ് എന്ത് വിളിക്കുന്നത്? അകം കവിതകൾ എന്ന് വിളിക്കുന്നത്. പുറം കവിതകൾ എന്താണ്? പുറത്തുള്ള കാര്യങ്ങൾ, ആഭ്യന്തര കാര്യങ്ങൾ, യുദ്ധം, വീരം, രാജാവിന്റെ വീര ഇതിഹാസ കഥകൾ, സൈന്യാധിപനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകള്, ദാനശീലം തുടങ്ങിയ കാര്യങ്ങൾ പ്രമേയമായിട്ട് വരുന്ന കവിതകളാണ് ഏത്? പുറത്തിണകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അകത്തിണകൾക്ക് എന്താണ്? അകത്തിണകൾക്ക് കാരണമാകുന്ന ഭൂവിഭാഗങ്ങളെ 5 ആക്കി തിരിക്കുന്നു. ആ 5 ഭൂവിഭാഗങ്ങൾക്ക് എങ്ങനെയൊക്കെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നു? നമ്മൾ നേരത്തെ നോക്കിയതാണ്. കുറിഞ്ചി നമ്മൾ നോക്കിയതല്ലേ? മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത് ഓരോന്ന് എന്താണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഓരോന്നിന്റെയും പ്രത്യേകതകളും നമ്മൾ പഠിക്കണം. അതിലേക്ക് നമുക്ക് കടക്കാം. െ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രാചീന തമിഴകത്തെ വ്യത്യസ്ത ഭൂവിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. അവയാണ് നമ്മൾ തിണകൾ എന്ന് പറഞ്ഞത്. നമ്മളത് പറഞ്ഞതാണ്. ഈ തിണകള്, ഓരോ തിണകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്, അല്ലെ? ഓരോ തിണകളിലെയും അവിടുത്തെ താമസിക്കുന്ന ആളുകള്, അവരുടെ തൊഴില്, ആചാരാനുഷ്ഠാന രീതികള്, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെല്ലാം എന്താണ്? വ്യത്യസ്തമായിരിക്കുന്നതാണ്. അപ്പൊ കാറ്റഗറി 3
പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന രീതി അനുസരിച്ചിട്ട് അതിനുവേണ്ടി മാത്രം എന്താണ് അളന്നു വിളമ്പുക എന്ന് പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് എന്താണ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്ന രീതി അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. കുറിഞ്ചിമല നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ തന്നെ പഠിച്ചേക്കുക. കുറിഞ്ഞിമല എന്താണ്? കുന്നിൻ പ്രദേശം, മലം പ്രദേശമാണ്. കുന്നിൻ പ്രദേശം, മലം പ്രദേശമാണ്. വലിയ മലയിലിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞേ. അയ്യപ്പൻ ആരും പറയരുത്, മുരുകനാണ് അല്ലെ. അപ്പൊ അവിടുത്തെ ദൈവം ആരാണ്? മുരുകനാണ്. കുറിഞ്ചി കുന്നിൻ പ്രദേശമാണ്, അവിടുത്തെ ദൈവം മുരുകനാണ്. ദേവൻ ആരാണ്? മുരുകനാണ്. മുല്ലൈ സസ്യയോഗ്യമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളാണ്. മേച്ചിൽപ്പുറങ്ങളാണ് ഏത്? മുല്ലൈ എന്ന് പറയുന്നത്. മുല്ലൈ, മുല്ലക്കാട് ഓർത്തു വെക്കുക. സസ്യയോഗ്യമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളാണ് ഏത്? മുല്ലൈ എന്ന് വിളിക്കുന്നത്. അവിടുത്തെ കുലദൈവം ആരാണ്? മായോനാണ്. ഈ മായോൻ ആരാ? മേച്ചിൽപ്പുറങ്ങളിലെ ആടുമാടുകളെ മേച്ച് നടക്കുന്ന ദൈവം ആരാ? ആരാണ്? കൃഷ്ണനാണ് അല്ലെ. മായോൻ എന്ന് വെച്ചാൽ ആരാണ്? കൃഷ്ണനാണ്. അപ്പൊ മുല്ലൈ തിണയിലെ ദൈവം ആരാണ്? മായോൻ അഥവാ കൃഷ്ണനാണ്. മരുതം എന്താണ്? പ്രദേശമാണ്. കൃഷിക്ക് യോജ്യമായിട്ടുള്ള പ്രദേശമാണ്. നദീതീര പ്രദേശവും എന്ന് പറയാം മരുതത്തിലെ ദൈവം ആരാണ്? വേന്തൻ അഥവാ ഇന്ദ്രനാണ്. ഇന്ദ്രനാണ്. പാലൈ ഊഷര ഭൂമിയാണ് അല്ലെ. കൃഷിയും കാര്യങ്ങളും ഒന്നുമില്ലാത്ത കളവും മോഷണവുമായി നടക്കുന്ന ആളുകളുള്ള ഭൂമിയാണ് പാലൈ. ഊഷര ഭൂമിയായിട്ടുള്ള വിജന പ്രദേശമാണ്. കൊറ്റവൈ എന്ന കൊറ്റവൈ പ്രാചീന തമിഴകത്തിന്റെ സംഘകാല സാഹിത്യത്തിലെ ദേവതയായിട്ട് കൽപ്പിക്കുന്നത് ഏത് ദേവതയെയാണ്? കൊറ്റവൈ എന്നുള്ള രണദേവതയെയാണ്. ഈ കൊറ്റവൈ എന്നുള്ള വാക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാലൈ തിണയുടെ ദൈവമാണ് കൊറ്റവൈ. അതുപോലെ തന്നെ സംഘസാഹിത്യത്തിലെ ദൈവമായിട്ട് പരിഗണിക്കുന്നതും ആരെയാണ്? കൊറ്റവൈ ആണ്. നെയ്തൽ കടൽ തീര പ്രദേശമാണ്. കടലിൽ ആരുണ്ട്? സൂര്യനാണ് ദൈവം അല്ലെ. അപ്പൊ കുലദൈവം ആരാണ്? വരുണനാണ് കുലദൈവം. അപ്പോ 5 തിണകളും അവയുടെ പ്രദേശം എങ്ങനെയാണെന്നും അവിടുത്തെ ദൈവം ആരാണ് എന്നുള്ളതും കിട്ടിയില്ലേ? ഒന്നുകൂടി നമുക്ക് നോക്കാം. പ്രാചീന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിലെ തൊഴിലും ആചാരാനുഷ്ഠാന രീതികളും പ്രകൃതി വിഭവങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നു. ആദ്യം പറഞ്ഞത് ഏതാ? കുറിഞ്ചി മലയാണ്. വേട്ടയാടലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. അവിടുത്തെ ദൈവം ആരാണ്? മുരുകനാണ്. മുല്ലൈ സസ്യയോഗ്യമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങള്. ചെറിയ എന്താണ് കുന്നുകളൊക്കെയുള്ള സസ്യയോഗ്യമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളാണ് ഇവ. എന്താണ് ഇവിടത്തെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്? കന്നുകാലി വളർത്തലാണ്. ദൈവം ആരാണ്? കുലദൈവം ആരാണ്? മായോനാണ് ഇവിടുത്തെ കുലദൈവം ആരാണ്? അടുത്തത് ഏതാണ്? മരുതം തിണയാണ്. മരുതം തിണ എന്ന് പറയുന്നത് സമതല പ്രദേശമാണ്. കൃഷിക്ക് യോഗ്യമായിട്ടുള്ള സമതല ഭൂമിയാണ് മരുതം. ഇവിടുത്തെ കുലദൈവം ആരാണ്? വേന്തൻ അഥവാ ഇന്ദ്രനാണ്. ഓക്കെ അല്ലെ. പാലൈത്തിണ ഊഷരഭൂമിയായ വിജന പ്രദേശമാണ്. കൊറ്റവൈ എന്നുള്ള രണദേവതയാണ് ദൈവം. കളവാണ് ഇവിടത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. നെയ്തൽ കടൽ തീര പ്രദേശമാണ്. മത്സ്യബന്ധനമാണ് പ്രധാന തൊഴില്. കുലദൈവം ആരാണ്? വരുണനാണ്. പ്രാചീന തമിഴകത്തിന്റെ 5 ഭൂവിഭാഗങ്ങൾ ചിത്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. കുറിഞ്ചി കുന്നിൻ പ്രദേശമാണ്. ദൈവം ആരാണ്? മുരുകനാണ്. മുല്ലൈ സസ്യയോഗ്യമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങൾ അടങ്ങുന്ന പ്രദേശമാണ്. കന്നുകാലി പരിപാലനമാണ് അവിടുത്തെ തൊഴിൽ എന്ന് പറയുന്നത്. കുലദൈവം മായോൻ അഥവാ കൃഷ്ണനാണ്. മരുതം സമതല പ്രദേശമാണ്. കുലദൈവം ഇന്ദ്രനാണ്. കൃഷിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. പാലൈ കളവ്, മോഷണം എന്നിവ തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരുടെ വിജനമായിട്ടുള്ള ഊഷര ഭൂമിയാണ് പാലൈ എന്ന് പറയുന്നത്. കൊറ്റവൈ എന്ന രണദേവതയാണ് പാലൈ തിണയിലെ ദൈവം. ഈ കൊറ്റവൈ എന്ന രണദേവതയാണ് സംഘകാല ദേവതയായിട്ട് പരിഗണിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് റിപ്പീറ്റഡ് ആണ്. നെയ്തൽ കടൽ തീരമാണ്. അവിടുത്തെ ദൈവം ആരാണ്? വരുണനാണ് അവിടുത്തെ ദൈവം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.